ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയിർക്കുമെന്ന് ശിഷ്യന്മാരോട് മുമ്പേ പറഞ്ഞിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ പാപമോചനവും അനുതാപവും ജനതകളോട് പ്രഘോഷിക്കണമെന്നും പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞിരുന്നു. വാഗ്ദാനം പരിശുദ്ധാത്മാവ് അവരിൽ വരുമ്പോൾ ശക്തി പ്രാപിക്കും. യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുകയായിരുന്നു ശിഷ്യന്മാർ. യേശു അവരുടെ മധ്യേ വന്നു നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചു. അവൻ്റെ കൈകളും കാലുകളും പാർശ്വവും കാണിച്ചു. അവർ സന്തോഷിച്ചു. അവർ പിന്നീട് വീണ്ടും തിബേരിയാസ് കടൽ തീരത്തേക്ക് മീൻ പിടിക്കാൻ പോയി. അവിടെ വെച്ചും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു സെബദി പുത്രന്മാർ ശിമയോൻ, പത്രോസ്. അവർ വല ഉപേക്ഷിച്ച് യേശു വിളിച്ചപ്പോൾ യേശുവിൻ്റെ കൂടെ പോയതായിരുന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അങ്ങനെ 3 വർഷം യേശുവിൻ്റെ കൂടെ നടന്നു. യേശുവിൻ്റെ അഭാവം അവരെ തളർത്തി. ഉന്നതത്തിൽ നിന്ന് ശക്തി വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം അവർ കാത്തു നിന്നില്ല, വിശ്വസിച്ചില്ല, തളർന്നു പോയി. അപ്പോൾ അവർ യേശു വീണ്ടും ഉപേക്ഷിച്ച ജോലി വീണ്ടും തിരഞ്ഞെടുത്തു. യേശുവിൻ്റെ പ്രബോധനങ്ങൾ അവർ മറന്നു. ഇതുതന്നെയാണ് നാമും പല പ്രാവശ്യം തിടുക്കത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കും. അല്പം ആയുസ്സേ അതിന് ഉണ്ടാകാറുള്ളൂ. ശിഷ്യന്മാരെ പോലെ നാമും പ്രതിസന്ധിയിൽ തളരുന്നു, നിരാശയിൽ ദിവസങ്ങൾ തള്ളി നീക്കുന്നു. യുഗാന്തരം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞവൻ്റെ വാക്കിൽ നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ വരുമ്പോൾ നാം ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മ ശക്തിയാൽ നമുക്ക് വീണ്ടും ജനിക്കാം. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.